ഞാൻ വന്നിട്ടുള്ളത് ഒരു കോവയ്ക്ക ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. ഈ കോവയ്ക്ക നമ്മൾ മെഴുക്ക് പുരട്ടി വെച്ചും തോരൻ വെച്ചും ഒക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിച്ച് നോക്കിയാൽ നോൺ വെജ് തോറ്റുപോകുന്ന രുചിയാണ്. അതിന് വേണ്ടിയിട്ട് കോവയ്ക്ക ഞാൻ ഇങ്ങനെ നെടുകെ കീറി ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ അല്പം കോൺഫ്ലോർ ഇതെല്ലാം ചേർത്ത് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാമേ. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട. കുറച്ച് ഈ കോവയ്ക്കയിൽ നിന്നുള്ള ആ ഒരു വെള്ളത്തിൽ ഈ മസാല ഇതിൽ നന്നായിട്ട് പിടിച്ചിരിക്കണം. അതിന് നമ്മളിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഉപ്പ് പിടിക്കുന്നതായതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന കോവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. കോൺഫ്ലോർ ഇല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ഈ കോവയ്ക്കയ്ക്ക് ഒരു ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചേർക്കുന്നത്. ഇട്ട ഉടനെ തന്നെ അതിൽ ഇളക്കരുത്, അത് തിരിച്ചിടുകയൊന്നും ചെയ്യരുത്. കാരണം അതിൽ ആ മസാല പിടിക്കില്ല. അതൊന്ന് ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അത് ഇട്ട് ആ കോവയ്ക്കയുടെ ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മളത് പിന്നെ തിരിച്ചിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് മറിച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ കോവയ്ക്ക ഏകദേശം വെന്ത് വരുമ്പോഴാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിട്ട് കൊടുക്കുന്ന പച്ചമുളകും നല്ല ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു കോവയ്ക്കയുടെ ആ ഒരു വേവിൻ്റെ പാകം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ കോവയ്ക്ക ഫ്രൈ ചെയ്ത് കോരിയതിന് ശേഷം നമുക്ക് സെപ്പറേറ്റ് മുളക് ഫ്രൈ ചെയ്താലും മതി. അതേപോലെ തന്നെ ഒരല്പം വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ചേർക്കണമെന്നില്ല. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. അതായത് നമ്മൾ ലാസ്റ്റ് ചേർത്ത മുളകും അതേപോലെ വെളുത്തുള്ളിയും കോവയ്ക്കയും എല്ലാം ഒരേ ലെവലിൽ തന്നെ നല്ല ഫ്രൈ ആയിട്ട് വരണം. ഇത് നല്ല ഫ്രൈ ആയി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിത് വറുത്ത് അങ്ങ് കോരിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കോവയ്ക്ക ഇഷ്ടപ്പെടാത്തവർക്കും ഈ ഒരു ഫ്രൈ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.